നമസ്കാരം. കേരള തീരത്ത് അടുത്തടുത്തുണ്ടായ 2 കപ്പലപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല. അതിനിടെ കപ്പൽ കമ്പനികളുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കുവാനുള്ള സർക്കാരിന്റെ ശ്രമവും നടന്നു വരികയാണ്. ഇതിനെതിരെ കോടതിക്ക് പുറത്ത് നഷ്ടപരിഹാര ചർച്ച നടത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കർശന നിലപാടുമായി ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചർച്ച നടത്തിയാൽ അതിന് സുതാര്യത ഉണ്ടാകുമോ എന്നും സാധുതയുള്ള ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. ചർച്ചകൾക്കായി ഒരു സമിതിയെ നിയമിച്ചു എന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ വിശദീകരണം കേട്ട ശേഷം ഹർജികൾ ജൂലൈ 2 പരിഗണിക്കുവാൻ മാറ്റിവെച്ചു. നേരത്തെ നഷ്ടപരിഹാരത്തിനായി ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകുമെന്ന് സർക്കാർ അഡ്വക്കേറ്റ് അറിയിച്ചിരുന്നു. ദുരന്ത നിവാരണ വകുപ്പ് ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി സമിതിയെ നിയോഗിച്ചെന്നും സർക്കാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന സർക്കാർ ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നത് എന്തിനാണെന്നാണ് കോടതിയുടെ മറുചോദ്യം. പരിസ്ഥിതിക്കുണ്ടായ ആഘാതത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശത്തിനുമുണ്ടായ നഷ്ടം എന്നിവയെക്കുറിച്ച് പഠിക്കുവാനാണ് സമിതി രൂപീകരിച്ചത്. ഇതിലൊരുപാട് സുതാര്യത വേണം എന്നാണ് കോടതി ഉയർത്തുന്ന വാദം. കപ്പലപകടത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇപ്രകാരമാണ്. പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയെ ദുരന്തത്തിന്റെ ആഘാതം വിലയിരുത്തുവാനുള്ള ഓഫീസറായി നിയമിച്ചു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ചുള്ള ഒരു യോഗവും വിളിച്ചു. നഷ്ടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച റിപ്പോർട്ട് ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകി. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. പൊതുതാൽപര്യ ഹർജികൾ കപ്പലപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നതോടെയാണ് കോടതി ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരും കപ്പൽ കമ്പനിയും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയാൽ കോടതിയിൽ നൽകിയിരിക്കുന്ന അഡ്മിറാലിറ്റി സൂട്ടിലെ നഷ്ടപരിഹാരത്തെ ബാധിക്കുമെന്നാണ് ഹർജിക്കാരുടെ ആശങ്ക. ഒത്തുതീർപ്പ് കോടതിയിലാണ് നടക്കുന്നതെങ്കിൽ അതിന് സുതാര്യത ഉറപ്പിക്കാനുമാകും. അഡ്മിറാലിറ്റി നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്കും പരിസ്ഥിതിക്കും വേണ്ടിയായിരിക്കും എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. മുൻ MP TN പ്രതാപനും മലപ്പുറം സ്വദേശി ഉമ്മർ ഒട്ടുമ്മലുമാണ് പൊതുതാൽപര്യ ഹർജികൾ നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇടക്കാല ക്ലെയിം എന്ന നിലയിൽ 77.08 കോടി രൂപയുടെ ക്ലെയിം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിങ്ങിന് ഉടൻ നൽകും. തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുവാൻ 54.93 കോടി രൂപ ഉപയോഗിക്കും. 22.15 കോടി സർക്കാരിൻ്റെ ചിലവിട്ട കണക്കിൽ കണക്കാക്കും. ഇതുകൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളത്തിൻ്റെ തീരത്ത് അപകടത്തിൽപ്പെട്ട 2 കപ്പലുകളും കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുൾപ്പെടെ നിലവിൽ ഭീഷണിയാണ് എന്ന വിശദീകരണവും നൽകിയിട്ടുണ്ട്. നേരത്തെ MSC എൽസ 3 കപ്പലുടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കും കേരളത്തിലെ ഷിപ്പിംഗ് ഏജൻസിക്കും പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. കേരള തീരത്തിലെ 2 കപ്പൽ അപകടങ്ങളെ തുടർന്നുള്ള നാശനഷ്ടം നിശ്ചയിക്കുമ്പോൾ തീരത്തുനിന്ന് 200 നോട്ടിക്കൽ മൈൽ വരെ എത്തുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ മത്സ്യസമ്പത്തിനുണ്ടായ നാശനഷ്ടമടക്കം കണക്കിലെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർക്ക് മാത്രമല്ല ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിനും കഴിയുമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇതിനു മുന്നോടിയായി 5 കശുവണ്ടി വ്യാപാരികൾ എൽസ 3 കപ്പൽ അപകടത്തിൽ തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. തുടർന്ന് MSC കമ്പനിയുടെ തന്നെ മാനസ F എന്ന കപ്പൽ അറസ്റ്റ് ചെയ്യുവാൻ ഹൈക്കോടതി ഉത്തരവിടുകയും 6 കോടിയോളം രൂപ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ MSC കമ്പനി പ്രസ്തുത തുക ഹൈക്കോടതിയിൽ കൈമാറിയതോടെയാണ് തടഞ്ഞുവെച്ച കപ്പലിനെ തീരം വിടുവാൻ അനുമതി നൽകിയത്. കേരള തീരത്തുണ്ടായ കപ്പൽ അപകടങ്ങളുടെ പേരിൽ പൊതു ഖജനാവിൽ നിന്നല്ല പണം ചിലവഴിക്കേണ്ടതെന്നും കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അഡ്മിറാലിറ്റി നിയമത്തിൽ ഇതിനുള്ള അധികാരം സർക്കാരിനുണ്ട്. നടപടികൾ വൈകുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നും ഇനി ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ അതിന് മാതൃകയാകും എന്നുമാണ് കോടതിയുടെ പരാമർശം. തീരദേശ രാഷ്ട്രങ്ങളിൽ ഇത്തരം അവസ്ഥയിൽ വലിയ അധികാരങ്ങൾ നിലവിലുണ്ട്. അപകടങ്ങൾ ആവർത്തിച്ചാൽ അത് ഖജനാവിന് ഭാരമായി മാറും. അതിനാൽ നടപടിക്രമങ്ങൾ സുതാര്യമായ തരത്തിൽ വേഗത്തിലാക്കണമെന്നതാണ് ശരിയായ രീതി. കോടതിയുടെ വിധികൾക്കായി കാത്തിരിക്കുകയാണ്. മറ്റൊരു വാർത്താ വിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.